വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രാവളില്ലേ അത് ഈവനിങ് ടൈമിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോട്ട് കിടക്കാം. ഈ ഇവിടെ കൂടെ നമ്മൾ തുറക്കാം. ആദ്യം മടക്കാൻ തുറക്കാം. നമ്മുടെ ഹോംവർക്കാണ് ഇതിൽ. അപ്പോൾ നമുക്ക് അടുത്ത കൂടെ കൂടെ തുറക്കാം. ഇതിനാണ് ബാക്കി പ്രാവളക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രാവളിപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കൂട്ടിൽ നമ്മുടെ ഒരു കുട്ടിയുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ഇത് പുറത്ത് നിർത്തി കാണിച്ച ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. ഇത് കണ്ടില്ലേ, സംഭവം ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ വിട്ടാക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ വെള്ളം വെച്ച് കൊടുക്കാം പ്രാവിനെ. അപ്പോൾ വെള്ളം അവിടെയാണ്. അപ്പോൾ നമുക്ക് പാത്രത്തിലാണ് സാധാരണ വയ്ക്കാറുള്ളത്. നമ്മുടെ ഹോമറുള്ള മഴവെള്ളം കുടിക്കുന്നു ഫ്രണ്ട്സ്. ഒരു കാര്യം ചെയ്യും, ഇവിടെ വെള്ളം ഫ്രണ്ട്സ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പറവപ്രാവിനൊക്കെ പറപ്പിക്കാൻ ട്രെയിനിങ് വീഡിയോസും വേറെ കാര്യങ്ങളൊക്കെ ഇനി വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നെല്ലാണ് കൊടുക്കാൻ പോകുന്നത് പ്രാവൾക്ക് ഫുഡ്. പിന്നെ ഫ്രണ്ട്സ്, വീഡിയോയ്ക്ക് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം നെയ്റ്റ് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നെല്ല് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ ദീക്കാണ്ട് പ്രാവത്തിൽ വീക്കായൊരു പ്രാവാണ്. നമുക്ക് അതിന് ഇനി മരുന്ന് കൊടുക്കുക. കാരണം അതിപ്പോൾ എന്തെന്നല്ല, ഇപ്പോൾ തീരെ പറക്കണമെന്നില്ല. നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പിടിച്ച് കാണിച്ചു തരാം. കണ്ടില്ല, ഇങ്ങനെയാണ് പറക്കുന്നത്. അങ്ങോട്ട് താഴെ പോയില്ല. നമ്മൾ കാണിച്ചാലും മെല്ലെ പിടിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ പ്രാവിനെ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ പറവപ്രാവിൻ്റെ പട്ടയാണ്. സംഭവം ചെറുതിനൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രാവ് തീരെ പറക്കണില്ല, എന്താണെന്നറിയില്ല. നമ്മളപ്പോൾ ഒരു കാര്യം, നമുക്കിവിടെ ബി കോംപ്ലക്സ് മരുന്നുണ്ട്, കാണിച്ചിട്ട് അവിടെ. ഇത് നമുക്ക് ബി കോംപ്ലക്സ് സിറപ്പ് കൊടുക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് വിറ്റാമിൻ സിൻ്റെയാണ്. അപ്പോൾ പ്രാവത്തിൽ ഉഷാറാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു 3 ഡ്രോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മരുന്നെടുക്കണം. സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി വീക്കായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ പ്രായം കൊടുക്കാൻ പോകാം. നമ്മളിപ്പോൾ ഒരു 4 തുള്ളി 5 തുള്ളി ഇതിൽ കൊടുത്തിട്ടുണ്ട് പോകുന്നില്ല പേര്. അതുകൊണ്ട് ഇനി പ്രാവ് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു 2-3 ദിവസം കൊടുത്താൽ പിന്നെ പ്രാവ് ഓക്കെ ആവും. നിലവിലത് കൂട്ടിക്കയറി കിടക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ലേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം വീഡിയോ ഒന്നാമത് സത്യം പറഞ്ഞാൽ ക്ലിയറായി കിട്ടണ്ടെന്ന് മനസ്സിലുണ്ട്. കാരണം ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ ശരിയാവുന്നില്ല. എന്നാലും ഒരുവിധം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വീഡിയോ ഇടാൻ നോക്കാം മാക്സിമം. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ല, നമ്മുടെ ഒരു വൈറ്റ് ഹോമറാണിത്. നമ്മൾ അന്ന് എടുത്തതാണ്. ഫ്രണ്ട്സ്, പിന്നെ വന്നിട്ട് ഈ കണ്ണൊരു പ്രാവില്ലത് ഇവിടെ ഉള്ളത്. ഈ വെള്ള അത്യാവശ്യം നല്ല രീതിയിൽ ബെൽറ്റേക്ക് അടിക്കുന്ന പ്രാവാണ്. അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. സംഭവം പറത്തിയിട്ട് റോളിംഗ് വീജൻ്റെ സംഭവം കൊള്ളാം. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഡിങ് പെയർ നമ്മൾ ഇനി എടുക്കുന്നതാണ്.
അപ്പോൾ ഇതേപോലെ തന്നെ വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ കൂടുതൽ ഇടാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ മാത്രം ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ട്, കണ്ടില്ലേ? വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം നല്ല രീതിയിൽ അറിയുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പോഴേ കണ്ട കൂടുതലുള്ള കുട്ടീനെ അപ്പോഴേ ക്ലിയറായി കണ്ടില്ലല്ലോ, കാണിച്ചിട്ട് ക്ലിയറായിട്ട്. ഇതാ നമ്മുടെ ആൾ കണ്ടില്ലേ, ഇത് സംഭവം കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ ഏണിച്ചൊക്കെ നിൽക്കണം. എന്താ നടന്നത് ഇങ്ങനെ നിൽക്കണം ഫ്രണ്ട്സ്, അറിയുന്ന നടന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വേലപ്പറമ്പിൽ പോയിട്ട് ആന തലയെടുപ്പോടെ നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഇതിനെ അകത്തോടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ അവിടെ ഫുഡ് കൊടുക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു നൈറ്റിൻ്റെ ഒരു വീഡിയോ ഇടാമെന്നൊരു പ്ലാനിലിട്ടതാണ് സംഭവം. അത്യാവശ്യം നല്ല രീതിയിൽ നൈറ്റ് ആയിട്ടുണ്ട്, രാത്രി ആവാറായി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നൈറ്റ് ഇടാമെന്നൊരു പ്ലാനിലാണ്. അപ്പോൾ ഇനി നമ്മുടെ ഒരു വീഡിയോയിൽ ഇനി ഫുള്ള് ഇവിടെ ഫോക്കസ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ക്ലാരിറ്റി തന്നെ നമ്മൾ നൈറ്റിൽ വീഡിയോ ഇടുന്നതാണ്. സംഭവം കണ്ടില്ല, ഇപ്പോൾ തീരെ ക്ലാരിറ്റി ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ ബൈ.